മതപരമായ അറിവ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം ദുനിയാവിലുള്ള ജീവിതം ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി മാറ്റണം. അതിന് വിജ്ഞാനം അനിവാര്യമാണ്. 5 നേരത്തെ ഫർളായ നിസ്കാരങ്ങളടക്കമുള്ള ആരാധനാ മുറകൾ നിർവഹിക്കണമെങ്കിൽ മതപരമായ വിജ്ഞാനം വേണം. ആ വിജ്ഞാനത്തിന്റെ പ്രാഥമിക കേന്ദ്രമാണ് മദ്രസ എന്ന് പറയുന്ന സ്ഥാപനം. ആ മദ്രസയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അവൻ കൈകൊള്ളേണ്ടുന്ന ധാർമ്മികതകളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മതങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിം ഏതെല്ലാം വിധേനയാണ് സൗഹൃദങ്ങൾ പങ്കിടേണ്ടത്, മതസൗഹാർദ്ദത്തോടെ ജീവിക്കേണ്ടത് എന്ന് മദ്രസകളിൽ നിന്ന് അധ്യാപനം നടത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ സമാധാനം നിലനിൽക്കാൻ വലിയൊരു പങ്ക് മദ്രസ പ്രസ്ഥാനം നിർവഹിക്കുന്നുണ്ട്. അരുതായ്മകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന പുതുതലമുറയെ അവബോധം നൽകി സത്യത്തിന്റെയും നേരിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നീതിയുടെയും മാനവികതയുടെയും വഴിയിൽ നയിക്കുകയാണ് മദ്രസ പ്രസ്ഥാനം. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെയും സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മദ്രസകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആ മദ്രസകളിൽ നിന്നെല്ലാം പതിനായിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, അതിൽ ഒരു വിപുലമായ സൗകര്യങ്ങളുള്ള വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു മദ്രസ. അതിന്റെ കെട്ടിടം കഴിഞ്ഞ ദിവസം സാദാത്തുക്കളും പണ്ഡിതന്മാരും വന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ ആരെല്ലാം ഏതെല്ലാം വിധേന സഹകരിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, എല്ലാവർക്കും സ്വർഗം പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളാകുന്ന നാം ദീനിന്റെ അറിവുകൾ കഴിവിന്റെ പരമാവധി നേടിയെടുക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ 2 മജ്‌ലിസുകൾ നടക്കുന്നു. അതിൽ ഒന്നാമത്തെ മജ്‌ലിസിൽ ഒരാൾ ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു, വേറെയുള്ളവരെല്ലാം അത് കേട്ട് ചെല്ലുന്നു. ദിക്ർ ഹൽഖയുടെ ഒരു കൂട്ടം ജനങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ ആ സദസ്സ് പോയി വിസിറ്റ് ചെയ്തു. രണ്ടാമത് കാണുന്ന മജ്‌ലിസിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ആ സദസ്സിൽ ഒരാൾ ഇൽമു പറയുന്നു. ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെല്ലാം ആ ഇൽമു കേട്ടിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്‌ലിസിൽ അവിടുന്ന് ഇരിക്കുകയാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
പഠിപ്പിക്കുന്ന പ്രബോധകനായിട്ടാണ്, എന്നെ ഒരു അധ്യാപകനായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത്. തങ്ങൾ ആ മജ്ലിസിനെ ആശീർവദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത്, ഒരു കാര്യം പഠിക്കുന്നതിനേക്കാൾ വേറെ ഖൈറായ അമലില്ല. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം ഒരു ഇൽമു പഠിക്കുന്നതിനാണ്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, പഴയ കാലങ്ങളിൽ മദ്രസയുടെ അങ്കണത്തിൽ, അതുപോലെ പള്ളികളുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്ന ആത്മീയ മജ്ലിസുകളില്ലേ, ആ ആത്മീയ മജ്ലിസുകളിൽ, മതപ്രഭാഷണത്തിന്റെ സദസ്സുകളിൽ കിലോമീറ്ററുകൾ നടന്നുപോയി, മണിക്കൂറുകളോളം വയല് കേട്ടിരുന്ന അനുഭവങ്ങളില്ലേ? ഒരു വർഷം നടക്കുന്ന മതപ്രഭാഷണ പരമ്പര അടുത്ത വർഷം വരെ ഈമാനികമായ ഊർജം സംഭരിക്കാൻ സാധ്യമാകുന്നു. ഒരു വർഷം തെറ്റില്ലെന്ന് മാറി നിൽക്കാൻ, സൽക്കർമ്മങ്ങളിൽ സജീവമാകാൻ, ഒരു ദിവസത്തെ പ്രഭാഷണം കേൾക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ആത്മീയമായ ഉപദേശങ്ങൾ ലോകത്ത് എന്നും നടന്നുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ ഉത്ബോധനങ്ങൾ സത്യവിശ്വാസികൾക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് മദ്രസകളിൽ നിന്നല്ലേ? എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്ന് അറിവ് നേടിയത് മദ്രസയിൽ നിന്നല്ലേ? അശുദ്ധിയിൽ നിന്ന് കുളിക്കുകയും വുളു എടുക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? നജസിൽ നിന്ന് വൃത്തിയാകേണ്ടത് എങ്ങനെയാണ്? സകാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഹജ്ജ് ചെയ്യൽ എന്താണ്? എല്ലാ ആരാധനകളെ കുറിച്ചും അടിസ്ഥാന വിവരം നമുക്ക് പകർന്നു നൽകിയത് മദ്രസകളല്ലേ? അതുകൊണ്ട് കാലം എത്ര പുരോഗമിച്ചാലും നല്ല നല്ല ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കി നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സദസ്സ് ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരെ, പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിർമ്മിച്ച മദ്രസകൾ, ആ മദ്രസകൾക്ക് വേണ്ടി പൂർവികരായ ഉമ്മമാര് സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു ദാനം കൊടുത്തു. പൂർവികരായ നമ്മുടെ പിതാക്കന്മാർ മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി വരുമാന മാർഗങ്ങൾക്ക് അവര് വലിയ സഹായം നൽകി. മദ്രസ നിർമ്മിക്കാൻ സ്വന്തം ഭൂമി വിട്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ നാടുകളിലെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആത്മീയമായ ചൈതന്യം വളർന്നത്, പ്രചരിപ്പിച്ചത്. പൂർവികർക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ഖബറകങ്ങൾ സ്വർഗീയ തോപ്പുകളാക്കി കൊടുക്കട്ടെ.
ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്. കൂടെ അനുയായികളുണ്ട്. ഒരു ഖബറിന്റെ സമീപത്തെത്തിയപ്പോ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, കൂട്ടരെ, ഈ ഖബറിലുള്ള മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നു. അദാബിന്റെ മാലാകമാര് വല്ലാത്ത ശിക്ഷ നൽകുന്നു. മോചിതത്തുള്ള എനിക്കത് കാണാൻ കഴിഞ്ഞു. ആ ശിക്ഷയുടെ കടുപ്പം അറിയാൻ കഴിഞ്ഞു. ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഴിയിൽ തിരിച്ചു വരുമ്പോൾ ഖബറാളിക്ക് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട്. പറയുന്നു അനുയായികളോട്, ഇപ്പോൾ ഇയാൾക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്, രക്ഷ ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് കരങ്ങൾ മലർത്തിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം ദുആ ഇറക്കുകയാണ്. അല്ലാഹ് ഈ ഖബറാളിക്ക് രക്ഷ കിട്ടാൻ കാരണമായ സൽക്കർമ്മം എന്താണ്? ഈസാ നബിയേ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് ഒരു മകനുണ്ട്. ആ മകൻ ഭൂമിക്കുമീതെ ജീവിച്ചിരിപ്പുണ്ട്. ആ മകൻ അതാ ഒരു ഉസ്താദിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ബിസ്മി ഓതാൻ പഠിച്ചിട്ടുണ്ട്. ആ ബിസ്മി പൂർണ്ണമായി ചൊല്ലി പഠിച്ചപ്പോൾ റഹ്മാൻ റഹീം എന്ന എന്റെ റഹ്മത്തിന്റെ പേരുകള കുട്ടി ഉച്ചരിച്ചപ്പോൾ ആ കുട്ടിയുടെ ബാപ്പാനെ ഭൂമിക്ക് അടിയിൽ നിന്ന് ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തി മനുഷ്യന്റെ കുട്ടി പാരായണം ചെയ്യുമ്പോ ആ കുട്ടിയുടെ ബാപ്പാനെ ഖബറിൽ അദാബാക്കുന്നത് എന്റെ റഹ്മത്തിന് യോജിച്ചതല്ല. ആ മോന്റെ ഖുർആനിന്റെ പഠനം കൊണ്ട്, ബിസ്മിയുടെ പാരായണം കൊണ്ട് ബാപ്പാനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തം മാറ്റുനോറ്റ് നമ്മളെ പോറ്റി വളർത്തിയ ബാപ്പമാര് പള്ളിപ്പറമ്പിലില്ലേ? ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മമാര് ഖബറകങ്ങളിലല്ലേ? ഒരു വെള്ളിയാഴ്ചയെങ്കിലും ആ ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറടത്തിൽ പോവാൻ കഴിയേണ്ടതല്ലേ? എല്ലാ വെള്ളിയാഴ്ചകളും ഖബറാളികൾ നമ്മളെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ മകൻ ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് എന്റെ ഖബറും പുറത്ത് വരുമോ? ഖബറിൽ കിടക്കുന്ന എന്നോട് വന്ന് ഒരു സലാം ചൊല്ലുമോ? ഒരു യാസീനോദിയിട്ട് എനിക്ക് വേണ്ടി എന്റെ പൊന്നോ മനമക്കൾ ദുആ ചെയ്യുമോ? ഖബറാളികൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹ്
ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ മാതാപിതാക്കളെ ഖബറകങ്ങളിലേക്ക് ഈ മദ്രസ ഉദ്ഘാടനത്തിന്റെ ആത്മീയ മജ്‌ലിസിലുള്ള ദുആഇന്റെ വെളിച്ചമെത്തിക്കണേ അല്ലാഹ്. അവരെ ഖബറകങ്ങൾ കണ്ണെത്താ ദൂരമത്രയോ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ആരടി മണ്ണാകുന്ന മണ്ണറകൾ മണിയറകളാക്കി മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, മൻ സാറ ഖബ്റ വാലിദൈഹി കുല്ല ജുമഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചകളിലും മാതാപിതാക്കളുടെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ വഖറഅ സൂറത്ത് യാസീൻ, ആ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് എന്ന് യാസീൻ പാരായണം ചെയ്താൽ ഗഫറല്ലാഹു ലഹു, അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ്. ബിഅദദി കുല്ലി ആയത്തിൻ വഹർഫിൻ, യാസീനിലുള്ള എല്ലാ ആയത്തിന്റെയും എല്ലാ അക്ഷരത്തിന്റെയും എണ്ണം കണ്ട് അവരെ ദോഷങ്ങൾ അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഖബറിൽ കിടക്കുന്ന ബാപ്പാന്റെ ദോഷം പൊറുക്കുന്നതോടൊപ്പം ഖബറാളിയായ ഉമ്മാക്ക് അല്ലാഹ് മാപ്പ് കൊടുക്കുന്നതോടൊപ്പം സിയാറത്ത് ചെയ്യുന്ന മോന്റെ പാപങ്ങളും അല്ലാഹ് പുറത്തു കൊടുക്കുന്നു. ഒഴുക്കിൽപ്പെട്ട് ഒരു പുൽക്കൊടിയെങ്കിലും കയ്യിൽ പിടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ച് നിലവിളിക്കുന്ന വെള്ളത്തിൽ ഒലിച്ചു പോകുന്നവനെ പോലെയാണ് ഖബറിലെത്തിയ ഖബറാളികളെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മകന്, കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുഅ്മിന് എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുമോ, ഒരു ദിക്ർ ചൊല്ലി എനിക്ക് ഹദിയ ചെയ്യുമോ, ഒരു സ്വലാത്ത് ചൊല്ലി എൻ്റെ ഖബറിൽ എനിക്ക് രക്ഷ കിട്ടാൻ ദുആ ഇരക്കുമോ? ഖബറാളി പ്രതീക്ഷിക്കുന്നു. സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചകളിലും മരിച്ചുപോയവരുടെ ഖബറകങ്ങളിൽ ചെന്ന് സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്താൽ നാളെ നമ്മുടെ ഖബറും പുറത്ത് നമ്മുടെ മക്കള് വന്ന് സിയാറത്ത് ചെയ്യും. നമ്മുടെ മരിച്ചുപോയ ബാപ്പാനെ ഉമ്മാനെ നമ്മൾ മറന്നുപോയാൽ, മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറും പുറത്ത് പോകാൻ നമ്മൾ മടി കാണിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളെ മറന്നുപോകും. നമ്മുടെ ഖബറും പുറത്ത് വരാൻ നമ്മൾക്ക് മക്കളെ കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഖബറകങ്ങളിലേക്ക് എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും പാരായണം ചെയ്യാൻ മറക്കണ്ട. ഉമ്മമാരെ, നിങ്ങൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്തല്ല. സ്ത്രീകൾക്കത് പാടില്ലാത്തതാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അംബിയായിന്റെയും മൗലിയായിന്റെയും ഖബറുകൾ സിയാറത്ത് ചെയ്യൽ മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കും സുന്നത്താണ്. സാധാരണക്കാരുടെ ഖബറും പുറത്തു പോവാൻ സ്ത്രീകൾക്ക് പറ്റില്ല. അപ്പം മരിച്ചുപോയ മാതാ
മാതാപിതാക്കളെ ഖബറകങ്ങളിലേക്ക് നിങ്ങളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്തോ, അതിന്റെ പ്രതിഫലം അവരെ ആത്മാവിലേക്ക് ഹദിയ ചെയ്തോ, അവരെ ബർസഖി ജീവിതത്തിൽ അവർക്ക് സന്തോഷം കിട്ടാൻ റബ്ബിനോട് ദുആ ചെയ്തോ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണം റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറകങ്ങളിലേക്ക് ഞങ്ങളുടെ ദുആഇന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിൽ പറഞ്ഞേച്ച് പഠിപ്പിച്ചാൽ ഖബറിലെത്തുമ്പോൾ ആ മക്കള് ഭൂമിയിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കൊണ്ട്, ദീന് പഠിച്ചതനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഖബറിലെത്തുന്ന ബാപ്പാക്ക് ഉമ്മാക്ക് അത് മുഖേന സന്തോഷം ലഭിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളെ, പുതിയ കാലത്ത് ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ എല്ലാവരും താല്പര്യം കാണിക്കുന്നു. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം നൽകാനുള്ള താല്പര്യത്തിന്റെ 100-ൽ ഒരു 10% പോവട്ടെ. അതെ, ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രസക്തി, ആ പ്രസക്തി പോലെ ആത്മീയമായ വിദ്യാഭ്യാസത്തിനും നമ്മൾ പ്രസക്തി നൽകണം. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 7:30 സമാപിക്കുകയാണ് മദ്രസയിൽ. സുബ്ഹാനല്ലാഹ്, 6:40 സമയമാകുമ്പോൾ രക്ഷിതാക്കള് വന്നിട്ട് മദ്രസയുടെ വാതിലിന്റെ സമീപത്ത് വെയിറ്റ് ചെയ്യാണ്. മകൾക്ക് ട്യൂഷൻ ഉണ്ട്, മോന് ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ആ ട്യൂഷന് പോകാൻ സമയമായിട്ടുണ്ട്. മക്കളാക്കി തരട്ടെ, അദബുള്ള മക്കളാക്കി തരട്ടെ, ദീനുള്ള മക്കളാക്കി വളർത്തി തരട്ടെ. മദ്രസ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ മരിക്കുവോളം ആ മുസ്ലിം വിദ്യാർത്ഥിയുടെ തലച്ചോറിൽ നിലകൊള്ളുന്നതാണ്, അവന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നതാണ്. മദ്രസകളിൽ നിന്ന് ആലിമീങ്ങളിലൂടെ, ഉസ്താദുമാരിലൂടെ ആ ഹൃദയാന്തരങ്ങളിലേക്ക് കിട്ടുന്ന ആത്മീയമായ പ്രഭ, അത് മരണം വരെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഹൃദയാന്തരങ്ങളിൽ ഇടം നേടുന്നതാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് സ്വന്തം പഠിച്ച മദ്രസയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അലിഫ് എന്ന അക്ഷരം ചൊല്ലിത്തന്ന ഉസ്താദ് ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു ആ ഉസ്താദുമാർക്ക് വലിയ ദറജ കൊടുക്കട്ടെ, ഖൈറും ബറക്കത്തും നൽകട്ടെ. ഞാൻ ഏത് ഉസ്താദിൽ നിന്നാണോ അലിഫ് പഠിച്ചത്, ആ ഉസ്താദിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൽമിന്റെ ഓരോന്നിന്റെയും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച മദ്രസയുടെ പ്രസിഡന്റ് ആരായിരുന്നു, സെക്രട്ടറി ആരായിരുന്നു, സദർ ഉസ്താദ് ആരായിരുന്നു, ആ മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി ആരൊക്കെ സംഭാവനകളാകുന്നത് നിസാരമായി കാണരുതേ. അത് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയ പ്രവർത്തനമാണ് കേട്ടോ. അല്ലാഹു നമുക്ക് ഖബൂല് തരട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദീദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. കുട്ടികളാരും എഴുന്നേൽക്കരുത്. ഈ ഗ്രൗണ്ടിൽ പൊടിയുണ്ട്, അതുകൊണ്ട് നടക്കുമ്പോ കാലനക്കിയാൽ പൊടി പാറും. അത് നേരെ ഇങ്ങോട്ടാ വരിക. നാളെ മംഗലാപുരത്ത് സുള്ളിയിലാണ് പരിപാടി, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. ആരും നടക്കരുത്, ഇരുന്നിടത്തിരിക്കാൻ, കാല് നിലത്ത് വെച്ചിട്ട് പൊടി പാറ്റരുത്. ഇവിടെ സ്ത്രീകളുണ്ടാ? നല്ല അച്ചടക്കുണ്ട് ഇവിടുത്തെ ഉമ്മമാർക്ക്. അല്ലാഹു ആ അദബ് എന്നെന്നും നിലനിർത്തി കൊടുക്കട്ടെ. ആ ഉമ്മമാരുടെ എല്ലാ ഖൈറായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ഇനി ഒന്നും ചെയ്യരുത്. പകുതി വരാണ് ശ്രദ്ധിക്കേണ്ടത്, പകുതിയാണ് ഞാനും ശ്രദ്ധിക്കേണ്ടത്. എന്നാലാണ് വയത് ഉഷാറാവുക. ഇപ്പൊ ഉഷാറുണ്ട്, നെയ്മത്തൂടെ വേണ്ട. ഇനി പോയി ചായ കുറിച്ച് വന്ന വേണമെങ്കിൽ. ഈ ഭാഗത്തൊക്കെ മൈക്രോ ഓപ്പറേറ്റർമാർക്ക് ഭക്ഷണം ഉണ്ടാവില്ലേ? ഉണ്ട്. പേരാമ്പ്ര പരിസരത്ത് വന്നാല് ഉസ്താദിന്റെ കൂടെ മൈക്രോ ഓപ്പറേറ്ററിനും ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം കഴിക്കണം കേട്ടോ. അല്ലാഹു അവർക്ക് വലിയ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. മതപരമായ വിജ്ഞാനം പുതിയ കാലത്ത് അതിന് ജനങ്ങൾ വേണ്ട അത്ര പ്രസക്തി കൊടുക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്, ഒരു സത്യമാണ്. അത് തിരിച്ചറിയുകയും നമ്മളെ നാട്ടിൽ പഴയ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഊർജത്തോടെ മതപരമായ അറിവ് നമ്മുടെ മക്കൾക്കൊക്കെ പകർന്നു നൽകാൻ മദ്രസയുടെ കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ പോരാ, രക്ഷിതാക്കളും വിചാരിക്കണം. രാവിലെ നടക്കുന്ന നമ്മുടെ മദ്രസ ക്ലാസ് ഒരു ദിവസവും ആബ്സെന്റ് ആവില്ല. സ്കൂൾ വെക്കേഷനില് എല്ലാവരും വിരുന്നിന് പോകുന്ന ഒരു സമ്പ്രദായം. അതിനുവേണ്ടിയാണ് നമ്മളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ചില മദ്രസകളിലൊക്കെ മാനേജ്മെന്റും ഉസ്താദുമാരും സംയുക്തമായിട്ട് ഒരാഴ്ച ലീവ് അങ്ങ് കൊടുത്തേ. ഇവിടെ കൊടുക്കല്ലേ? കൊടുത്തോ? തുറന്നില്ലേ? അതെന്തിനാണ്? ഇടയ്ക്ക് ആ കുട്ടികൾക്ക് ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാനാണ്. ആ വെക്കേഷനിൽ വിരുന്നിനോ ഇനി ഏതെങ്കിലും വിനോദയാത്ര എന്തായാലും ആ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നോട്ടെ. പിന്നെ നമ്മളെ മക്കൾക്ക് മദ്രസ നഷ്ടപ്പെടുത്തിയിട്ടൊരു യാത്രയും രക്ഷിതാക്കൾ അനുവദിച്ചു പോകരുത്. ഉസ്താദുമാര് വളരെ കാർക്കശ്യം പുലർത്തി, മാനേജ്മെന്റ് വല്ലാതെ അധ്വാനിച്ച് ഒരു മദ്രസ നടത്തുമ്പോ രക്ഷിതാക്കൾ അലംഭാവം കാണിച്ചാൽ നമ്മുടെ മദ്രസയുടെ സുഗമമായ നടത്തിപ്പിന് സാധ്യമാവൂല. അതുകൊണ്ട് രക്ഷിതാക്കൾ മദ്രസയിൽ നമ്മുടെ മക്കളെ കൃത്യസമയത്ത് പറഞ്ഞു വിടണം. കൃത്യസമയത്ത് മാത്രമേ മദ്രസയിൽ നിന്ന് മക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ പാടുള്ളൂ. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നാഫിയായ ഇൽമു തരണേ അല്ലാഹ്. ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു സംഭവം. എന്താണത്? 40 വിദ്യാർത്ഥികൾ മദീന മുനവ്വറയിൽ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ താമസിച്ച് ഇൽമു പഠിക്കുകയാണ്. ആ സമയം അവരുടെ കയ്യിൽ കരുതിയ പണം തീർന്നുപോയി.
പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് മടങ്ങുന്ന ദിവസം അതാ മദീനയിൽ ഒരു യഹൂദിയായ മനുഷ്യനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ ഇന്നാലിന്ന നാട്ടുകാരാണ്, ഇവിടെ ഇൽമു പഠിക്കാൻ വന്നവരാണ്, കയ്യിൽ കരുതിയ പണം തീർന്നുപോയി, അതുകൊണ്ട് പഠനം നിർത്തിപ്പോവുകയാണ്. ജൂതനായ സഹോദരൻ പറഞ്ഞു, മക്കളെ, പണമില്ലാത്തതിന്റെ പേരിൽ പഠനം നിർത്തിപ്പോവേണ്ടതില്ല. നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ ആവശ്യമായ പണം ഈ വിനീതൻ നൽകാം. കാരണം തൗറാത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായ ചെലവഴിക്കൽ വിജ്ഞാനം പകരുന്നതിന് വേണ്ടിയാണ്, ഇൽമു പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കലാണ്. സുബ്ഹാനല്ലാഹ്, 3 തവണകളിലായി 40 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം സ്വതഖ കൊടുത്തു. ആ മുതഅല്ലിമുകൾ അവര് പഠനം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയി. കാലങ്ങൾ കഴിഞ്ഞപ്പോ അന്ന് മദീനയിൽ ഇൽമു പഠിക്കാൻ വന്ന മക്കളെല്ലാവരും ഒരുമിച്ച് ഹജ്ജിന് പരിശുദ്ധ മക്കയിലെത്തുന്നു. മക്കയിൽ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ അന്ന് മദീനയിൽ നിന്ന് പണം കൊടുത്ത യഹൂദിയായിരുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ കഅബാലയം തവാഫ് ചെയ്യുന്നത് കാണുകയാണ്. തവാഫ് കഴിഞ്ഞപ്പോൾ ആ സഹോദരനെ ചെന്ന് കാണുന്നു, പരിചയം പുതുക്കുന്നു, അന്വേഷിക്കുന്നു. നിങ്ങൾ അമുസ്ലിമായിരുന്നല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം ആശ്ലേഷിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിമായത്? ആ സമയത്ത് യഹൂദിയായ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ പഠനം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് മടങ്ങിയില്ലേ? അന്ന് ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ മദീനയുടെ നായകരായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ എന്റെ സമീപത്ത് വന്നു. സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അക്റമക ബിൽ ഇസ്ലാം. സഹോദരാ, നാളെ നേരം വെളുത്താൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കണേ. നിങ്ങളെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് സ്വതഖ കൊടുത്തതിന്റെ കാരണമായി, സഹായം നൽകിയതിന്റെ പ്രത്യുപകാരമായി ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഹിദായത്ത് തീരുമാനിച്ചിരിക്കുന്നു. നേരം വെളുത്താൽ മുസ്ലിമാകണേ സഹോദരാ. നേരം വെളുത്തപ്പോൾ ഞാൻ എന്റെ വീട്ടുകാരെ എല്ലാം എന്റെ മുന്നിലേക്ക് വിളിച്ചുകൂട്ടി. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സമീപത്ത് വന്നിട്ടുണ്ട്, എന്നോട് ഇസ്ലാം സ്വീകരിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിമായാൽ നിങ്ങൾ എന്നോട് സഹകരിക്കുമോ? 17 മെമ്പർമാര് അന്ന് എന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും എന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ കണ്ട മുത്തുനബിയെ ഞങ്ങളും മനാമിൽ കണ്ടിരിക്കുന്നു. ആ 18 പേരും ഒന്നിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
ഷഹാദത്തു കലിമ ചൊല്ലിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഈമാനുള്ള ഉമ്മമാരെ, ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ സ്വതക്ക കൊടുത്താൽ, എന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ, അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് വേണ്ടിയിട്ട് സ്വതക്ക കൊടുത്താൽ, ആ മദ്രസ പ്രസ്ഥാനത്തെ നമ്മൾ പരിപാലിച്ചാൽ, അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ, നമുക്ക് അവസാനം കലിമത്തു തൗഹീദ് ചൊല്ലിത്തരാൻ നമ്മുടെ മുന്നിൽ സന്നിധരാവുന്നതാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നത് അത് ഇൽമുള്ളവരാണ് കേട്ടോ. ഒരു നാട്ടിലേക്ക് നമ്മൾ വഅദിന് വന്നാൽ അവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാകും ഈ നാട്ടുകാർക്ക് മതപരമായ അറിവ് എത്രത്തോളം ഉണ്ടെന്ന്. എത്രത്തോളം ഈ നാട്ടുകാർക്ക് മതപരമായ അറിവില്ല എന്ന്. അൽഹംദുലില്ലാഹ്, നിങ്ങളെ നാട്ടുകാര് മതപരമായും ഭൗതികമായും വളരെ മുന്നിലാണല്ലോ. അല്ലാഹു ഈ നാട്ടിൽ വരുന്ന പിൻതലമുറകൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള വിജ്ഞാനം നൽകട്ടെ. ഒരു കാട്ടറബിയെ ഒരു നല്ല സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇൽമ് എന്ന് പറയുന്നത്. ഒരു കാട്ടാളനെ മനുഷ്യത്വമുള്ള നല്ല ഒരു സംസ്കാരമുള്ള മനുഷ്യനാക്കി മാറ്റുന്ന അടിസ്ഥാന ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓ സഹോദരങ്ങളെ, ആലിമീങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, തങ്ങന്മാരെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് ചുംബിക്കുന്നത്, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ ഉടുമുണ്ട് ഒന്ന് അഴിച്ച് താഴ്ത്തി വെക്കുന്നത്, അതേ പള്ളിയിലേക്ക് കയറുമ്പോൾ സൈലന്റ് പാലിക്കുന്നത്, വലത്തെ കാലം മുന്തിച്ച് വെക്കുന്നത്, അതേ പള്ളിയിൽ നിന്ന് ഭൗതികമായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, ചെറിയവരെ സ്നേഹിക്കുന്നത്, അയൽവാസിയോട് മാന്യമായി പെരുമാറുന്നത്, മറ്റു മതസ്ഥരോട് സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൂടുന്നത് മതപരമായ അറിവ് ഉണ്ടായതുകൊണ്ടാണ്. ആ അറിവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ആദരവില്ല, അവിടെ ബഹുമാനമില്ല, അവിടെ ആലിമീങ്ങൾക്ക് പരിഗണിക്കുന്നില്ല. പള്ളിയിലെ ഉസ്താദിനെ, വാങ്ങുകൊടുക്കുന്ന മുഅദ്ദിൻ ഉസ്താദിനെ, ഖുത്ബ ഓതുന്ന ഖതീബ് ഉസ്താദിനെ, നാട്ടിലെ ദീനിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം പറയുന്ന ഖാളിയെ അവരെ കാണുമ്പോൾ അവരെ എഴുന്നേറ്റ് നിൽക്കൂല, ബഹുമാനിക്കൂല.